ചന്ദ്രബാബു കമ്മീഷനാണ് ഈ സംസ്ഥാനത്തെ പെൻഷൻകാർക്ക് ആദ്യമായി 5% മുതൽ 25% വർധനവ് നൽകണം. 5% എന്ന് പറയുന്നത് അടുത്ത റിട്ടയർ ചെയ്തവർക്ക് 5%, 5-10 വർഷമായി റിട്ടയർ ചെയ്തവർക്ക് 25% എന്നുള്ള ആനുപാതികമായിട്ടുള്ള ഒരു വർധന. അത് മാത്രമല്ല 7% ക്ഷാമാശ്വാസം കൂടി അവർക്ക് നൽകണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകാനൊന്നും സർക്കാർ ഏൽക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ചന്ദ്രബാബു കമ്മീഷൻ ഒരു നിർദ്ദേശം കൊടുത്തു. അത് സർക്കാർ പൂർണ്ണമായും അംഗീകരിച്ചു. ആ നിർദ്ദേശത്തിൽ 7% ക്ഷാമാശ്വാസം ഉൾപ്പെടെ മിനിമം പെൻഷൻ എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇന്ന് മിനിമം പെൻഷൻ 11,500 രൂപ. അന്ന് കുടുംബ പെൻഷൻകാർ 2ാം തരം പൗരന്മാരാണ്. ഇന്ന് മിനിമം പെൻഷൻ പോലെ കുടുംബ പെൻഷൻകാർക്ക് 11,500 എന്നിട്ടായില്ല. അന്ന് അവർക്ക് 75 രൂപ. മിനിമം പെൻഷൻകാർക്ക് 100 രൂപയും കുടുംബ പെൻഷൻകാർക്ക് ക്ഷാമാശ്വാസം ഉൾപ്പെടെ 7% ക്ഷാമാശ്വാസം 75 രൂപയും കൊടുക്കണം എന്നാണ് ചന്ദ്രബാബു കമ്മീഷൻ. അത് സർക്കാർ അംഗീകരിച്ചു. അതിനുശേഷമാണ് ഈ സംസ്ഥാനത്തെ പെൻഷൻ സമൂഹത്തിന്റെ അവകാശങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിക്കാനും അത് നേടിയെടുക്കാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തുവാനും പ്രക്ഷോഭങ്ങൾ നടത്താനും ഈ സംസ്ഥാനത്ത് ഒരു സംഘടന ആവശ്യമാണ് എന്നുള്ള ബോധം വൈദ്യനാഥൻ ഉൾപ്പെടെയുള്ള പെൻഷൻ സമൂഹത്തിൽ ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് 970 ഈ സംഘടന